എസ് സമ്പദ് വ്യവസ്ഥയുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും നട്ടെല്ലാണ് വിദഗ്ധരായ വിദേശ തൊഴിലാളികൾ. എന്നാൽ എസിലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയും അനിശ്ചിതത്വത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. H-1B വിസ ഫീസ് കുത്തനെ കൂട്ടാനുള്ള ഭരണകൂടത്തിന്റെ നീക്കവും അതിന്മേലുണ്ടായ കോടതി വിധിയും US ബിസിനസ് ലോകത്തെ എങ്ങോട്ടെന്നില്ലാത്ത ആശയക്കുഴപ്പത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഡോളറിന്റെ അധിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ നയങ്ങൾ കമ്പനികളുടെ ഭാവി പദ്ധതികളെയും നവീകരണങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ H-1B വിസ? എന്തുകൊണ്ടാണ് US ബിസിനസ്സുകൾ ഇതിനെ ഇത്രയധികം ആശ്രയിക്കുന്നത് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. US കമ്പനികൾക്ക് തദ്ദേശീയമായി ലഭ്യമല്ലാത്ത ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള സാങ്കേതിക മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന താൽക്കാലിക നോൺ ഇമിഗ്രന്റ് വിസയാണ് H-1B വിസ. ബിസിനസ് ലോകത്തെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം വളരെ നിർണായകമാണ്. കാരണം US തൊഴിൽ വിപണിയിൽ നിലവിൽ ലഭ്യമായ ഉദ്യോഗാർത്ഥികളും വിപണിക്ക് ആവശ്യമുള്ള സാങ്കേതിക വൈദഗ്ധ്യവും തമ്മിൽ വലിയൊരു സ്കിൽ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. ഡെല്ലാസിലെ ഒരു പ്രമുഖ സോഫ്റ്റ്വെയർ കൺസൾട്ടിംഗ് കമ്പനി ഉടമയായ കിഷോർ ഖണ്ഡവല്ലി CBS ന്യൂസിനോട് വ്യക്തമാക്കിയത് വിപണിയിലുള്ള വെറും 3% ആളുകളിൽ നിന്ന് കമ്പനികൾക്ക് ആവശ്യമുള്ള മുഴുവൻ തസ്തികകളും നികത്താൻ കഴിയില്ല എന്നാണ്. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി, അതായത് AI പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അതിവേഗം വളരുമ്പോൾ ആവശ്യത്തിന് വിദഗ്ധരായ തൊഴിലാളികളെ US-ൽ നിന്ന് മാത്രം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് IT, എഞ്ചിനീയറിംഗ് മേഖലകളിലെ US ബിസിനസ്സുകൾ തങ്ങളുടെ നിലനിൽപ്പിനായി H-1B വിസ പ്രോഗ്രാമിനെ ആശ്രയിക്കുന്നത്. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന പുതിയ H-1B വിസ നയം എന്തായിരുന്നു? ബിസിനസ് ആളുകൾക്ക് അതുണ്ടാക്കിയ ആശങ്ക എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. വിദേശ തൊഴിലാളികൾ അമേരിക്കയുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈറ്റ് ഹൗസ് പുതിയ നയം പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് അതുവരെ വെറും $215 ആയിരുന്ന പുതിയ H-1B വിസ അപേക്ഷാ ഫീസ് ഒറ്റയടിക്ക് $1 ലക്ഷം വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു. ഈ തുക കമ്പനികൾക്ക് താങ്ങാനാവാത്ത വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. ഉദാഹരണത്തിന് കിഷോർ പറയുന്നത് കമ്പനിയിലെ 380 ജീവനക്കാരിൽ പകുതിയോളം പേർ H-1B വിസ ഉള്ളവരാണ്. ഈ പുതിയ ഫീസ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ തന്റെ കമ്പനിക്ക് മാത്രം വർഷത്തിൽ $10 ലക്ഷം അധിക ബാധ്യത വരുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഇത്രയും വലിയ തുക ഫീസായി മാത്രം നൽകേണ്ടി വരുന്നത് കമ്പനികളുടെ ലാഭക്ഷമതയും ദൈനംദിന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കും. ഫീസ് വർധന പ്രഖ്യാപിച്ചതു മുതൽ പല കമ്പനികളും പുതിയ വിദേശികളെ നിയമിക്കുന്നത് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഫെഡറൽ കോടതിയുടെ പുതിയ വിധി എന്താണെന്നും ഇത് ബിസിനസ്സുകൾക്ക് ആശ്വാസമാണോ എന്ന സംശയവും നമ്മളിൽ പലർക്കും ഉണ്ടാകും. അതെന്താണെന്ന് കൂടെ നോക്കാം. ഫീസ് വർധനവിനെതിരെ 20 US സംസ്ഥാനങ്ങൾ ചേർന്നാണ് കോടതിയെ സമീപിച്ചത്. ഈ കേസ് US ഡിസ്ട്രിക്ട് ജഡ്ജി ലിയോ ബിസിനസ് ലോകത്തിന് താൽക്കാലികമായി വലിയൊരു ആശ്വാസം നൽകുന്ന വിധി പ്രസ്താവിച്ചു. തന്റെ 42 പേജുള്ള വിധിന്യായത്തിൽ ഭരണകൂടം ഏർപ്പെടുത്തിയ ഈ $1 ലക്ഷം പേയ്മെന്റ് എന്ത് പേരിട്ട് വിളിച്ചാലും അത് യഥാർത്ഥത്തിൽ ഒരു നികുതി തന്നെയാണെന്ന് ജഡ്ജി ചൂണ്ടിക്കാണിച്ചു. H-1B അപേക്ഷകളിൽ ഇത്തരമൊരു കനത്ത നികുതി ചുമത്താൻ ട്രംപ് ഭരണകൂടത്തിന് യാതൊരുവിധ നിയമപരമായോ ഭരണഘടനാപരമായോ ഉള്ള അധികാരമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി ഈ ഫീസ് നയം റദ്ദാക്കി. കോടതി വിധി കമ്പനികൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം പൂർണ്ണമായും മാറിയിട്ടില്ല. കാരണം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഭരണകൂടം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ നിയമയുദ്ധം ബിസിനസ്സുകൾക്ക് മുന്നോട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്തുന്നതിന് തടസ്സമാകുന്നു. ഈ അനിശ്ചിതത്വം ആഗോളതലത്തിൽ IT പ്രതിഭകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. US-ലെ H-1B വിസ ഉടമകളിൽ 73% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് Pew റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. US ഭരണകൂടത്തിന്റെ ഈ നയമാറ്റങ്ങൾ ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും ചിന്താഗതികളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തമായ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ ഡോക്ടറൽ വിദ്യാർത്ഥിയായ രവി ഭൂഷണെ പോലെയുള്ള 100 കണക്കിന് പ്രതിഭകളുടെ സ്വപ്നമായിരുന്നു US-ൽ ജോലി ചെയ്യുക എന്നത്. എന്നാൽ US-ലെ വിസ ചട്ടങ്ങളിലെ കടുത്ത മാറ്റങ്ങളും കുടിയേറ്റക്കാരോടുള്ള മനോഭാവവും കാരണം അവർ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കരിയർ മാറ്റാൻ ആലോചിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വിസ നടപടികൾ ഇത്രയും കഠിനമാക്കുമ്പോൾ പ്രതിഭകൾ അമേരിക്കയെ ഉപേക്ഷിച്ച് മറ്റ് വിദേശ വിപണികളിലേക്ക് ചേക്കേറും. ഇത് US കമ്പനികൾക്ക് ആഗോളതലത്തിൽ മികച്ച ജീവനക്കാരെ ലഭിക്കുന്നതിനുള്ള അവസരം ഇല്ലാതെയാക്കും. വിസ ഫീസ് പ്രതിസന്ധി തുടർന്നാൽ US ബിസിനസ്സുകൾ സ്വീകരിക്കാൻ
സാധ്യതയുള്ള മറ്റ് തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് വിസ നൽകി പ്രതിഭകളെ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നാൽ കമ്പനികൾക്ക് മുന്നിൽ മറ്റ് ചില ബിസിനസ് തന്ത്രങ്ങൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഓഫ് ഷോറിംഗ് ആണ്. അതായത് തൊഴിലാളികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ജോലികൾ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളിലുള്ള ഓഫീസുകളിലേക്ക് മാറ്റുക. വിസ പ്രോഗ്രാമുകൾ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായി മാറിയാൽ തങ്ങൾക്ക് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വർക്കുകൾ വിദേശികൾക്ക് അയക്കേണ്ടി വരുമെന്ന് US ബിസിനസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അമേരിക്കൻ മണ്ണിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കില്ലെന്ന് മാത്രമല്ല US-ന്റെ ആഭ്യന്തര ബിസിനസ് വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. ഈ നയങ്ങൾ അമേരിക്കയുടെ നവീകരണത്തെയും മത്സരശേഷിയെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ബിസിനസ് ലോകം ഭയപ്പെടുന്നത് എന്ന് നോക്കാം. എല്ലാ ബിസിനസ്സുകൾക്കും തുല്യമായ രീതിയിൽ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ H-1B പ്രോഗ്രാം പരാജയപ്പെടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വരും വർഷങ്ങളിൽ US കമ്പനികൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളും നവീകരണങ്ങളും നടത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ബിസിനസ് ഉടമകളുടെ ആശങ്ക. മികച്ച ആഗോള പ്രതിഭകൾ രാജ്യം വിട്ടു പോകുന്നത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ തകർക്കും. ലോകത്തെ ഏറ്റവും വലിയ നവീകരണ കേന്ദ്രമെന്ന US-ന്റെ പദവിക്ക് ഇത് വലിയൊരു ഭീഷണിയാണ്. ആഗോള വിപണിയിൽ മറ്റ് രാജ്യങ്ങളോട് മത്സരിക്കാനുള്ള അമേരിക്കൻ ബിസിനസ്സുകളുടെ ശേഷിയെ ഇത് ദുർബലപ്പെടുത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. H-1B വിസ ഫീസിനെ ചൊല്ലിയുള്ള നിയമയുദ്ധം കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, അത് അമേരിക്കൻ ബിസിനസ് മേഖലയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോടതി വിധി താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന അപ്പീലുകളും നയമാറ്റങ്ങളും US കോർപ്പറേറ്റ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നവീകരണവും സാമ്പത്തിക വളർച്ചയും നിലനിർത്താൻ കൂടുതൽ സുസ്ഥിരമായ നയങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.